ഈ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന താലിബാൻ ഭരണ ഭീകരത പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോ അഫ്ഗാനിസ്ഥാനിലെ ഒരു താലിബാന്റെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഖാലിദ് ഹഖാനി അല്ലെ, ഖാലിദ് ഹഖാനി പുള്ളിയെ ഒരു ഈ ചില മരണങ്ങൾ ചിരിച്ചുകൊണ്ട് പറയേണ്ടതാണ്, ഒരു ISIS ഭീകരൻ വധിച്ചിരിക്കുന്നു. എന്താണ് സത്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത്? അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികൾക്ക് പോലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതൊരു വല്ലാത്ത പ്രയോഗം കേട്ടോ. കാരണം നമുക്കറിയാം താലിബാൻ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു. ഇപ്പോൾ 2021 അവർ രാജ്യം പിടിച്ചെടുത്തു. അതിന് അമേരിക്കയുടെ ഒക്കെ അതിൻ്റെതായ റീസൺസ് ഉണ്ട്. അവിടുത്തെ ഈ റെഫ്യൂജി മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് റെഫ്യൂജി മിനിസ്ട്രി. അഭയാർത്ഥികൾക്ക് വേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ട്. കാരണം 30 ലക്ഷത്തോളം ആൾക്കാർ അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികളായിട്ട് അവിടെ ഇവിടെയായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പാകിസ്ഥാനിലും കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു മിനിസ്ട്രിയാണ് റെഫ്യൂജി മിനിസ്ട്രി. അതിന്റെ മിനിസ്റ്റർ ആയിരുന്നു ഖാലിദ് ഹഖാനി. ഈ ഹഖാനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തീവ്രവാദി ഗ്രൂപ്പാണ്. അവര് താലിബാന്റെ ഭാഗമാണ്. 2001 മുതൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം തുടങ്ങിയത് മുതൽ 2021 വരെ 20 വർഷം അമേരിക്കൻ ട്രൂപ്സിനെയൊക്കെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവര്. ഇവർക്ക് എല്ലാ രീതിയിലുള്ള ഡ്രഗ് ട്രേഡ്സ് ഉണ്ട്, ഇലിസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ആംസിന്റെ സപ്ലൈ ഉണ്ട്. ഇവര് കശ്മീരിലെ തീവ്രവാദ സംഘടനകളെ ഉൾപ്പെടെ ഇവർ സപ്പോർട്ട് ചെയ്യണം. കശ്മീരിൽ തന്നെ ഇവര് ഭയങ്കര ഇവരുടെ നെറ്റ്വർക്ക് ISI ആയിട്ട് പാകിസ്ഥാനി ഇന്റലിജൻസ് ഏജൻസി ആയിട്ടൊക്കെ ഭയങ്കര ടൈപ്പ് ഉള്ള ഒരു ഏജൻസിയാണ്. അപ്പൊ അതിന്റെ മിനിസ്ട്രിയാണ് ഈ ISIS കൊന്നിരിക്കുന്നത്. കൊല്ലുക എന്ന് വെച്ചാൽ ആ മിനിസ്ട്രിയിൽ എപ്പോഴും ഒരുപാട് പബ്ലിക്കിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. കാരണം ഒരുപാട് റെഫ്യൂജീസ് ഉണ്ടല്ലോ, 30 ലക്ഷം റെഫ്യൂജീസ് ആണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവർ വരാറുണ്ട്. അപ്പൊ അക്കൂടത്തിൽ വന്ന ഒരു തീവ്രവാദി ബെൽറ്റ് ബോംബായിട്ടാണ് വന്നത്. മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ചു. 3 താലിബാന്റെ 3 പേരും ഈ ഖാലിദ് ഹഖാനി കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന കൊടുത്താൽ അഫ്ഗാനിസ്ഥാനിലും കിട്ടുമെന്ന് മാറ്റി പറയണം. അതെ. പിന്നെ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ജലാലുദ്ദീൻ ഹഖാനി, അയാളാണ് ഈ ഹഖാനി നെറ്റ്വർക്ക് തുടങ്ങിയത്. അയാൾ 2018 മരിച്ചു. ഇപ്പോ അയാളുടെ മകൻ സിറാജുദ്ദീൻ ഹഖാനിയാണ് ഇപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ലീഡർ ഹഖാനി നെറ്റ്വർക്കിന്റെ. പിന്നെ ഇവരുടെ ഒരു മേജർ ട്രേഡ് ഡ്രഗ്സ് ആണ്. അഫ്ഗാനിസ്ഥാനിലെ ഈ ഓപ്പിയം, കറുപ്പ് വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. താലിബാൻ അതിനെതിരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വലിയ രീതിയിൽ ഇത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എക്സ്പോർട്ട് നടക്കുന്നുണ്ട്. കറുപ്പിന്റെ കൃഷിയും കയറ്റുമതിയും പിന്നെ ആയുധ കച്ചവടവും, ഇത് മൂന്നുമാണ്. അതെ. ഈ കറുപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമാണ്. ഇതിലൂടെ ഇവർക്ക് പണം സമ്പാദിക്കാനും സാധിക്കും, ആ 2 രാജ്യങ്ങളെ തകർക്കാനും സാധിക്കും. ഇത് മറ്റേ ലെബനനിലെ ഹിസ്ബുള്ളകളും ഇതേ സാധനം തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ബേസിക്കലി ഇതൊരു ഗോൾഡൻ ക്രസന്റ് ആണ്, ഒരു ചന്ദ്രക്കല ഗോൾഡൻ ക്രസന്റ് ആണിത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഓപ്പിയം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗോൾഡൻ ക്രസന്റ് എന്ന് പറയും. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. അപ്പോ ഒരു തീവ്രവാദി ഇല്ലാതായി, പക്ഷെ ഒരു തീവ്രവാദി കൂടിയില്ലാതായി. ഇത് നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ വലിയൊരു പിക്ചറിലേക്കാണ് ഇത് നീക്കുന്നത്. ഒന്ന്, താലിബാൻ അവര് ആംഡ് ആണ്, അവരുടെ ഒരു രാജ്യം പോലെ തന്നെയാണ് ഇപ്പൊ താലിബാൻ, അവരുടെ സൈനികരൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഈ മിനിസ്ട്രിയെ തന്നെ പോയി അറ്റാക്ക് ചെയ്ത് കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടത്തിൻ്റെതായ വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വിഷ്വൽസ് ഉണ്ട്. എന്നിട്ടും ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് ആട് മേയ്ക്കാൻ പോകാൻ ഇപ്പോഴും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആളുകൾ പോകുന്നു എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഞെട്ടിക്കുന്ന ഇവരൊക്കെ ഈ എന്താണ് ഈ താലിബാനിസത്തിൽ ഇത്ര വലിയ അട്രാക്ട് ചെയ്യുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇവർ പ്രൊജക്ട് ചെയ്യുന്ന ലോകം അത് വളരെ വ്യത്യസ്തമാണ്. ഹൂറികളും മധ്യപ്പുഴയുമാണോ? ചിലപ്പോൾ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. ഒരുപക്ഷെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കേരളത്തിൽ നിന്നാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയത് കേരളത്തിൽ നിന്നാണ്, പ്രബുദ്ധ മലയാളികൾ. അതെ. അപ്പോ അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാല് ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം അവിടെയുണ്ട്. അവിടെയാണ് മതം പറയുന്ന ജീവിതം അവിടെയാണ് ഉള്ളതെന്നും അങ്ങനെ ഒരു രീതി ആണ് അവിടെ പ്രൊജക്ട് ചെയ്യണേ. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ഡോക്യുമെന്ററീസ് ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട്. എല്ലാം BBC ഉൾപ്പെടെയുള്ള മെയിൻ സ്ട്രീം മീഡിയാസ് ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവര് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ മുസ്ലിംസ് ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ യൂറോപ്പിലെ ക്രിസ്ത്യൻസിനെ വരെ ഇവർ ഓരോന്നും പറഞ്ഞ് അട്രാക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ പോയവരുടെ അവസ്ഥ പരിതാപകരായിരുന്നു.
പലരും സിറിയയിലും ഇറാഖിലും ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് വന്നല്ലോ. അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. അപ്പൊ ശരിക്കും ഇവരെല്ലാം കണ്ണു തുറന്ന് കാണേണ്ടതാണ് എന്താണ് ഈ രാജ്യങ്ങളിൽ നടക്കുന്നത്. അല്ല, ഞാൻ ഇപ്പൊ കഴിഞ്ഞ 2010 IFFK പോയ സമയത്ത്, ഇപ്പൊ IFFKയുടെ സമയമാണ്, IFFKയുടെ സമയത്ത് പോയപ്പോൾ ഒരു പാകിസ്ഥാനി മൂവി കണ്ടു. അപ്പൊ സൺ ഓഫ് എല്ലയണം അങ്ങനെ എന്തോണ് ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, വർഷം 10-14 അതില് രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് താഴോട്ട് വന്നിട്ട് ആകാശത്തേക്ക് AK-47 എടുത്തിട്ട് വെടിവെക്കുക. ഇവർക്ക് സന്തോഷം വന്നാൽ വെടിവെക്കുക. സങ്കടം. ഇത് മറ്റേ പിക്കറ്റ് 43 സിനിമയുണ്ടല്ലോ, നമ്മുടെ മേജർ രവി സാർ ഡയറക്ട് ചെയ്തത്. അതിൽ പറയുന്നുണ്ട്, ഇന്നലെ ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ ബംഗറിലേക്ക് വെടിവെച്ചത്. അവർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഈ തോക്കെടുത്ത് വെടിവെക്കുക. അഫ്ഗാനി കല്യാണങ്ങൾ നമ്മൾ കണ്ടു, താലിബാൻ കല്യാണങ്ങൾക്ക് വെടിവെക്കുക. അത് നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ ആചാരം വെടിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. AK-47 എടുത്ത് വെച്ചിട്ടാണ് വെടിവെക്കുന്നത്. ഇത് ഈ ഒരു ജീവിതം സ്വപ്നം കാണുന്നത്. ഇത് ഏത് മതഗ്രന്ഥത്തിലാണ്, ഖുറാനിൽ എവിടെയാണ് ഇതാണ് ഇസ്ലാം പറയുന്ന ജീവിതം എന്ന് എവിടെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ബേസിക്കലി അതിന്റെ ആ രാജ്യങ്ങളുടെ ഒരു കൾച്ചർ, ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കും. അഫ്ഗാനിസ്ഥാനിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങിയത് അമേരിക്കയാണ്. അവിടെ ഒരു സോവിയറ്റ് ഒരു നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു. അതിനെ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ മുജാഹിദീനുകളെ അമേരിക്ക ട്രെയിൻ ചെയ്തത്. അതിൽ പെട്ടതാണ് ഈ ഹക്കാനികൾ. അപ്പോൾ ബേസിക്കലി ഈ ഹക്കാനികളെ അല്ലെങ്കിൽ താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയാണ്. പിന്നെ ആ താലിബാനെ, അവര് സൃഷ്ടിച്ച താലിബാനെ തകർക്കാൻ വേണ്ടി 20 വർഷം കൂടെ യുദ്ധം ചെയ്തു. ഇത് എല്ലാ രാജ്യങ്ങളിലും തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇറാഖില് സദാം ഹുസൈന്റെ ഭരണത്തെ ഇവര് താഴ്ത്തിട്ടു. എന്നിട്ട് അതിനെ ഒരു റിബലായിട്ട് വന്നതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക പോയി. ഈ സാമ്രാജ്യത്വ ശക്തികളാണ് ഇവരെയൊക്കെ ഉണ്ടാക്കുന്നതും ഇവരെ സസ്റ്റെയിൻ ചെയ്യുന്നതും ഇവരെ നശിപ്പിക്കാൻ നോക്കുന്നതും എല്ലാം അവർ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ക്രൈസിസ് ഇതിനകത്ത്. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൽ എല്ലാം പൊറുതിമുട്ടുന്നതെന്ന് ആരും ചിന്തിക്കണില്ല. അതെ, ഇനി എന്തായാലും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലാത്തൊരു നല്ല ലോകം നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കാശ്മീരിലൊന്നും വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ജീവിക്കാൻ സാധിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വലിയ കാര്യമാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അട്രാക്ട് ആവുന്നത് ചിന്തിക്കണം. ഇന്ത്യ പോലെ തന്നെ ഭംഗിയായി ജീവിക്കാൻ പറ്റുന്ന രാജ്യം മറ്റൊന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ ഈ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വിധി. ഈ തോക്കെടുത്ത് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇത് മുഴുവൻ തമ്മിൽ തല്ലിത്തീരുന്നൊരു ശാന്തസുന്ദരമായ ലോകം നമുക്ക് കാത്തിരിക്കും.